മോനെ, ഇതിപ്പോ 15 മിനിറ്റ് ഇടവിട്ട പെയിൻ വരുന്നത്. ഇനി അധികം നേരം മോളെ ഇങ്ങനെ നിർത്താൻ പറ്റില്ല. ഡോക്ടർ ഫോൺ എടുക്കുന്നില്ല ഉമ്മ. ഇന്ന് ഓൺ കോൾ ആണെന്നാ പ്രദീപ് പറഞ്ഞേ. എമർജൻസി സർജറി ഒന്നും ഇല്ലെങ്കിൽ ചേച്ചി വീട്ടിൽ തന്നെ കാണേണ്ടതാണ്. മോളെ, ഹൗ ഡു യു ഫീൽ നൗ? ഒട്ടും ടെൻഷൻ വേണ്ട. കുറച്ചും കൂടെ സമയം നമുക്ക് കിട്ടും. അതിനിടയിൽ എന്തായാലും ലോക്കിന്റെ പ്രശ്നം പരിഹരിക്കപ്പെടും. അതൊന്നും നോക്കി നിന്നിട്ട് കാര്യമില്ല. വാതിൽ തല്ലി പൊളിക്കണം. അങ്ങനെ പെട്ടെന്നൊന്നും പൊളിയുന്ന ഡോറല്ല ഉമ്മ. മാത്രമല്ല, ലിഫ്റ്റ് വർക്ക് ചെയ്യുന്നില്ലെന്ന് അല്പനേരം മുമ്പേ വിളിച്ചപ്പോൾ ശിവൻ പറഞ്ഞത്. ഇനിയിപ്പോ എന്ത് ചെയ്യും മോനെ? ഈ ബിൽഡിങ്ങിലുള്ള ആർക്കും പുറത്തു പോകാൻ പറ്റില്ല. അവൻ ഈ വർക്കിംഗ് ഏരിയയിലെല്ലാം പോയി നോക്കി. മോനെ, അയാൾ ഒന്നുകൂടെ ഒന്ന് വിളിക്ക്. ഹലോ ഹലോ, ശിവ എന്തായി? സാറേ, ഒരുപാടങ്ങ് നീട്ടണ്ട. നിങ്ങൾ എവിടെ എത്തി? ഫ്ലാറ്റിലെത്തി. എന്തുവാടാ നീ പറയുന്നത്? നീ സഫേർ അയച്ചു തന്നെയാണോ പോയത്? ആണെന്നേ, അവരിവിടെ ഉണ്ടെന്ന് സെക്യൂരിറ്റിയും പറഞ്ഞു. കർത്താവേ, ഈ തെണ്ടുകളിൽ ഞാൻ കൊടുത്ത സാധനം കെറ്റി ഫിറ്റായി കിടന്ന് ഉറങ്ങുവാണോ? അതൊന്നും എനിക്കറിയില്ല. നിന്റെ കയ്യിലൊരു മൊബൈൽ നമ്പർ തന്നില്ലേ? അതിലൊന്ന് വിളിച്ചേ. അതിൽ വിളിച്ചു, സ്വിച്ച് ഓഫാ. മിക്കവാറും ആ വിമാനത്തിൽ ഞാൻ അടവെക്കേണ്ടി വരും. നീ ആ സെക്യൂരിറ്റി അടുത്തൊന്ന് പോയേ. അവിടെ ഇന്റർകോം കാണും. ആദ്യം നമ്മാരെ വിളി. അവിടുത്തെ നമ്പർ എത്ര സാറേ? നമ്പർ 2154. പോയേ, ഒന്ന് പോയേ. ഓക്കെ, ശരി ശരി സാറേ. ഹലോ മത്തായി, നീ ഇവിടെ എത്തി? ഇവിടെ റോഡ് മുഴുവൻ ചെക്കിങ്. എന്താ കാര്യം? എടാ, അത് ഇവിടെ അടുത്തുള്ള ഒരു ആശുപത്രിയിൽ ആരും ബോംബ് വെച്ചു. എന്നിട്ട് വാർത്ത ഒന്നും കേട്ടില്ലല്ലോ. എടാ, പോലീസ് ഇത് രഹസ്യമായിട്ട് വെച്ചിരിക്കുക. ഇവിടെ താമസിക്കുന്ന ഹേമന്ത് സാറില്ലേ, അങ്ങേര് പറഞ്ഞ ഞാൻ അറിഞ്ഞത്. നീ അത് കളാ, പെട്ടെന്ന് വാ. എടാ, പുള്ളിയുടെ വൈഫാ ഇപ്പൊ ഉടനെ പ്രസവിക്കാൻ വേണ്ടി മുട്ടി നിൽക്കുന്നത്. ആഹാ, എങ്ങനെ വരാനാ? എല്ലാ വണ്ടിയും പിടിച്ചു നിർത്തി പരിശോധിച്ചോണ്ടിരിക്കുക. സംശയം തോന്നുന്നവരൊക്കെ അവർ പൊക്കുന്നുണ്ട്. ഞങ്ങൾ ക്യൂലേശുണ്ണ. എന്റെ കെട്ടാണെങ്കിൽ ഇറങ്ങിയിട്ടുമില്ല. എട്ടിന്റെ പണിയായി പോലടാ. ടെൻഷൻ ആവാതെ അവിടെ എന്താ സംഭവിച്ചെന്ന് പറ. എടാ, അത് നീ വന്ന് നോക്കിയാലേ അറിയുള്ളൂ. നീ ഒന്ന് വേഗം വന്നേ. നിങ്ങളിങ്ങനെ പാനിക് ആവാതെ ശിവണ്ണ. ചെക്കിങ് കഴിഞ്ഞാൽ ഉടനെ ഞാനങ്ങ് എത്താം. എന്തെങ്കിലും സ്മോൾ പ്രോബ്ലം ആയിരിക്കും. നിങ്ങൾ ആ സെർവറിൻ്റെ അടുത്ത് പോയിട്ട് ഞാൻ പറയുന്ന പോലെ ഒന്ന് ചെയ്യാവോ? പിന്നെന്താ, ഞാൻ ദേ പോയി. ഹലോ ഹലോ ഹലോ, ഞാൻ ഫിലിപ്പോ സാറിന്റെ ഡ്രൈവറാണേ. നിങ്ങൾ ഇറങ്ങുന്നില്ലേ? ഹലോ ഹലോന്ന് ആരാ പുലി? നിന്റെ അച്ഛൻ. ആഹാ, ഒന്ന് കേൾക്കണടാ. ഹലോ, കേൾക്കുന്നില്ലേ? ഞാനിവിടെ വെയിറ്റ് ചെയ്യാന്നേ. നിങ്ങൾ താഴേക്ക് വാ, ഫ്ലൈറ്റിന് സമയമായി. എന്തെങ്കിലും മാത്രം ഒന്ന് പറയടാ പന്നി. എന്റെ നെഞ്ചിരിപ്പ് നിനക്ക് കേക്കാലോ. വെറുതെ കൂടുതൽ ടെൻഷൻ ആക്കല്ലട്ടാ. ഇങ്ങോട്ട് പറയുന്നൊന്നും കേൾക്കുന്നില്ലല്ലോ. ഹലോ ഹലോ ഹലോ, എന്തായോ സാറേ? പദ്ധതിയൊക്കെ കുഴയുന്ന ലക്ഷണ. നീ കാര്യം പറ. ഈ ഫ്ലാറ്റിൽ എല്ലാ വാതിലും ജാമാ. ഒന്നും തുറക്കാൻ പറ്റുന്നില്ലെന്നേ. നീ എന്തൊക്കെയാണോ ഈ പറയുന്നത്? ആർക്കും അകത്തോട്ടും പോകാൻ പറ്റുന്നില്ല, പുറത്തോട്ടും വരാൻ പറ്റുന്നില്ല. കുടുങ്ങി സാറേ, എല്ലാരും കുടുങ്ങി. എന്ത് തോന്നിയ സാറാ നീ പറയുന്നത്? നീ കള്ളു കുടിച്ചിട്ടുണ്ടോ? ഇല്ല സാറേ, വേണമെങ്കിൽ ഫോണിൽ കൂടെ ഊതിത്തരാം. അല്ലെങ്കിൽ സാർ ആ സെക്യൂരിറ്റി വിളിച്ച് ചോദിക്കും. അയാളാ പറഞ്ഞത് എന്റെ അടുക്ക്. ഇനി എന്ത് ചെയ്യൂടോ? എനിക്കെങ്ങനെ അറിയാം? നീ വണ്ടി എടുത്തോണ്ട് അവിടുന്ന് രക്ഷപ്പെട്ടു. മരുന്നെടുത്ത് വെച്ച് കാണാം. യുവമാരെങ്ങാനും വേറെ വണ്ടിയിൽ പുറത്തിറങ്ങിയ അപ്പൊ പൊക്കും പോലീസ്. മൊത്തം ചെക്ക് ചെയ്യാ സാറേ, എല്ലാ റോഡിലും. നീ പിന്നെ എന്തെങ്കിലും ചെയ്യേ. ഓക്കെ സാറേ.